നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൽ നമ്മൾ വേൾഡ് കപ്പിൻ്റെ ആവേശം പങ്കുവെക്കുമ്പോൾ ഈ വേൾഡ് കപ്പിന് പോകുന്ന ഇന്ത്യൻ വംശജരായ താരങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും തഹസിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടാവും. നമ്മൾ റാഫ് ടോക്കിൽ തഹസിനെ കുറിച്ച് ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില സുഹൃത്തുക്കൾ തഹസിനെ കുറിച്ച് എന്താ വീഡിയോ ചെയ്യാത്ത ചോദിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ചാനൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. ഏതായാലും ഈ വേൾഡ് കപ്പിന് തഹസിൻ മാത്രമല്ല, മറ്റ് ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളുമുണ്ട്. അതാരൊക്കെയാണ്? 4 താരങ്ങളാണ് അങ്ങനെയുള്ളത്. അതിലൊന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും, സർപ്രീത് സിംഗ്. ന്യൂസിലാൻഡിൻ്റെ സർപ്രീത് സിംഗിനെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ നല്ല പരിചയമായിരിക്കും. ബയൺ മ്യൂണിക്കിൻ്റെ ടീമിലുണ്ടായിരുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ബയൺ മ്യൂണിക്ക് ടീമിലുണ്ടായിരുന്നയാൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 27കാരനായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. വിങ്ങറായിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. ന്യൂസിലാൻഡിന് വേണ്ടി 24 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു, പക്ഷേ ന്യൂസിലാൻഡിൻ്റെ ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡർ എന്ന് പറയാവുന്ന കളിക്കാരനാണ് സർപ്രീത് സിംഗ്. 27കാരനായിട്ടുള്ള താരം ജനിക്കുന്നത് വെല്ലിംഗ്ടണിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പഞ്ചാബുകാരാണ്, ജലന്ധറിൽ നിന്നുള്ളവരാണ്. അപ്പം ന്യൂസിലാൻഡിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് ടെക്നിക്കലി ഗിഫ്റ്റഡ് മിഡ്ഫീൽഡറായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ബയൺ മ്യൂണിക്കിലൂടെ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പ്രശസ്തിയും മറ്റുമൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. എന്തായാലും വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒടുവിൽ കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇത്തവണ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തുന്നു. പിന്നെ അടുത്തയാൾ തഹസിൻ മുഹമ്മദ് ജംഷിദാണ്. അവനെക്കുറിച്ച് ഇനി വീണ്ടും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വേൾഡ് കപ്പിന് പോകുന്നവരിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാൾ, ഖത്തർ ടീമിൽ കളിക്കുന്ന മലയാളിയായിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ ടീനേജ് ഫുട്ബോളർ തഹസിൻ മുഹമ്മദ് ജംഷിദാണ്. അവൻ്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റാഫ് ടോക്സിൽ വീഡിയോയിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. കണ്ണൂർ സ്വദേശികളായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഖത്തറിൽ വെച്ച് ജനിച്ച മകനാണ് ജംഷിദ്. അവിടുത്തെ ആസ്പെയ ഫുട്ബോൾ അക്കാദമിയിലൂടെ വളരുകയും പിന്നെ അൽ ദുഹൈലിന് വേണ്ടി കളിക്കുകയൊക്കെ ചെയ്തു. ഖത്തറിൻ്റെ ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നുണ്ട്. അണ്ടർ 16, അണ്ടർ 18 കാറ്റഗറികളിലും അവൻ ഖത്തറിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏതായാലും വേൾഡ് കപ്പിൽ ഒരു പക്കാ മലയാളി പന്ത് തട്ടുന്നു എന്നൊരു സന്തോഷം അവൻ്റെ കാര്യത്തിൽ നമുക്കുണ്ട്. പിന്നെ അടുത്ത മൂന്നാമത്തെ ആൾ നിഷാൻ വേലുപ്പിള്ളയാണ്. ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്ന നിഷാൻ വേലുപ്പിള്ള 25കാരനായിട്ടുള്ള താരമാണ്. വിങ്ങറായിട്ടുള്ള താരമാണ്. മെൽബൺ വിക്ടറിയുടെ കളിക്കാരനാണ്. അതിനിടയ്ക്ക് അദ്ദേഹം അവിടെ മെൽബൺ വിക്ടറി NPLന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓസ്ട്രേലിയക്ക് വേണ്ടി 6 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ അണ്ടർ 23 ടീമിന് വേണ്ടി 14 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. വേലുപ്പിള്ളയുടെ ഫാദർ ശശിനാഥ് വേലുപ്പിള്ള ഒരു മലേഷ്യക്കാരനാണ്. എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ശ്രീലങ്കൻ തമിഴ് ഹെറിറ്റേജ് ഉള്ള മലേഷ്യക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അമ്മയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഗില്ലിയൻ വേലുപ്പിള്ള ആംഗ്ലോ ഇന്ത്യനാണ്. അപ്പോൾ ചിലരൊക്കെ തമിഴ്നാട്ടുകാരനാണ് നിഷാൻ വേലുപ്പിള്ളയുടെ പിതാവ് എന്ന രൂപത്തിൽ കൊടുക്കുന്നത്. അങ്ങനെയല്ല, അത് ശ്രീലങ്കൻ തമിഴ് വേരുകളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബന്ധം ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയിലൂടെയാണ്. ആംഗ്ലോ ഇന്ത്യനാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. ഏതായാലും മെൽബൺ വിക്ടറി അക്കാഡമിയുടെ ഒരു പ്രൊഡക്റ്റാണ് അദ്ദേഹം. എ ലീഗ് ക്ലബിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. 128 അപ്പിയറൻസുകൾ അദ്ദേഹം ആ ക്ലബിന് വേണ്ടിയിട്ട് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. സോ അടുത്തൊരു താരം വേലുപ്പിള്ളയാണ്. ദെൻ സാമുവൽ മുത്തുസ്വാമി. ഇദ്ദേഹം കളിക്കുന്നത് കോങ്കോ ടീമിന് വേണ്ടിയിട്ടാണ്. 29കാരനായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ നോക്കുകയാണെങ്കിൽ പാരീസിൽ, ഫ്രാൻസിൽ ജനിച്ചയാളാണ്. അവിടുത്തെ വമ്പൻ ക്ലബ്ബുകളുടെ ബി ടീമിലും മറ്റുമൊക്കെ കളിച്ചിട്ടുണ്ട്. ലിയോണിൻ്റെ ബി ടീം കളിച്ചിട്ടുണ്ട്. നാൻഡസിൻ്റെ ബി ടീമിലും സീനിയർ ടീമിലും കളിച്ചിട്ടുണ്ട്. പിന്നെ സിവാസ്പൂർ പോലുള്ള വമ്പൻ ക്ലബ്ബിൽ, അതായത് തുർക്കിയിൽ നിന്നുള്ള വമ്പൻ ക്ലബ്ബിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ഒടുവിൽ അദ്ദേഹം DR കോങ്കോക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിക്കുന്നത് പാരീസിലാണ്. അദ്ദേഹത്തിൻ്റെ മദർ കോംഗ്ലീസാണ്. എന്നാൽ ഫാദർ ഇൻഡോ
ഗാഡ്ലോപ്യനാണ്. തമിഴ് ഒറിജിനുള്ള ഇൻഡോ ഗാഡ്ലോപ്യൻ ഡിസെൻറ്റിൽപ്പെട്ടിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് കൃഷിക്കും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള അന്നത്തെ കുടിയേറ്റക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഫോർ ഫാദേഴ്സ്. ഏതായാലും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബന്ധമുള്ളത്. സോ 29കാരനായിട്ടുള്ള താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഈ വേൾഡ് കപ്പിൽ കളിക്കാനുണ്ടാവും. സോ ഫ്രം തമിഴ് കമ്മ്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ ട്രേസസ് നമുക്ക് ഫാമിലി ട്രേസസ് കിട്ടുക തമിഴ് കമ്മ്യൂണിറ്റിയിലാണ്. സോ ഈ താരങ്ങളാണ് ഇന്ത്യൻ ഒറിജിനായിട്ട് ഈ വേൾഡ് കപ്പിൽ കളിക്കാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ താരങ്ങളൊക്കെ ഏത് തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഇത്തരത്തിലുള്ള വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനങ്ങളും വസ്തുതകളും ഫൺ ഫാക്റ്റുകളും എല്ലാം നമുക്ക് പങ്കുവെച്ചുകൊണ്ട് വീണ്ടും റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് കാണാം.